രണ്ടാഴ്ച മുമ്പ് ജോലി മതിയാക്കി പോയൊരാളെക്കുറിച്ചാണ് ഈ കഥ. പോയ അന്നുമുതൽ അവരുടെ അക്കൗണ്ട് ഡിസേബിൾ ചെയ്തിരുന്നു. കമ്പനി ലാപ്ടോപ്പ് തിരികെ കിട്ടാനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരാൾ ലാപ്ടോപ്പുമായി ഓഫീസിലേക്ക് വന്നു. ഇതിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ, അവർ പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു, നിങ്ങൾ ജോലി വിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലോ. പോകുന്നവരുടെ അക്കൗണ്ടുകളും ആക്സസുകളും പൂട്ടുന്നത് ഞങ്ങളുടെ സാധാരണ നടപടിയാണ്. അപ്പോൾ അവരുടെ ആവശ്യം മാറി, എനിക്ക് എന്റെ പേ സ്ലിപ്പുകൾ വേണം, പിന്നെ ഇതിൽ എന്റെ ചില വ്യക്തിപരമായ ഡോക്യുമെന്റുകളും ഉണ്ട്. ഞാൻ സൗമ്യമായി പറഞ്ഞു, പേ സ്ലിപ്പുകൾക്ക് HR ടീമിനെ സമീപിച്ചാൽ മതി. മറ്റ് ആവശ്യങ്ങൾക്കും അവരെ ബന്ധപ്പെടാം. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ഡിസേബിൾഡ് ആണ്. സുരക്ഷാ നിയമമനുസരിച്ച് പോയ ആൾക്കാരെ സിസ്റ്റത്തിലേക്ക് തിരികെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. അതോടെ അവർ വാശിയിലായി, എന്റെ ഫയലുകൾ ഇപ്പോൾ തന്നെ തിരികെ വേണം. അതിന് കഴിയില്ല, എന്റെ മറുപടി ഉറച്ചതായിരുന്നു. അതാണ് ഞങ്ങളുടെ സുരക്ഷാ നയം. വേണമെങ്കിൽ നിങ്ങൾ HR സംസാരിക്കൂ. ചിലപ്പോൾ അവർക്ക് സുരക്ഷാ ടീമുമായി സംസാരിച്ച് കമ്പനി ഡാറ്റയൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫയലുകൾ നോക്കാൻ പറ്റുമായിരിക്കും. ഒരു മെഡിക്കൽ കമ്പനിയിൽ കണിശമായ സുരക്ഷാ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് അതിൽ വിട്ടുവീഴ്ചയില്ല. എന്റെ ഫയലുകൾ തരാതെ ഈ ലാപ്ടോപ്പ് ഞാൻ തിരികെ തരില്ല, അവർ പ്രഖ്യാപിച്ചു. ഞാൻ ശാന്തമായി മറുപടി പറഞ്ഞു, കരാർ ഒപ്പിടുമ്പോൾ തന്നെ നിങ്ങൾ സമ്മതിച്ചതാണ് ജോലി വിട്ടാൽ കമ്പനി ഉപകരണങ്ങൾ തിരികെ നൽകണമെന്ന്. പിന്നെ വ്യക്തിപരമായ ഫയലുകളോ ജോലിയുമായി ബന്ധമില്ലാത്ത മറ്റു വിവരങ്ങളോ സിസ്റ്റത്തിൽ സേവ് ചെയ്യരുത് എന്നതും പോളിസിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകേട്ടപാടെ അവർ ലാപ്ടോപ്പുമായി പുറത്തേക്ക് പോയി. നിങ്ങൾ എന്റെ വക്കീലിനെ കാണേണ്ടിവരും എന്നൊരു ഭീഷണിയും. ഞാനൊന്ന് ദീർഘമായി നിശ്വസിച്ച് ആ വിഷയം HR ഇൻഫോസെക് ടീമിനെയും അവരുടെ പഴയ മാനേജരെയും അറിയിച്ചു. പക്ഷേ അധികം വൈകാതെ അന്ന് വൈകുന്നേരം തന്നെ ആ വ്യക്തി തിരികെ എത്തി. കുറച്ച് വിഷമത്തോടെ സെക്യൂരിറ്റി ജീവനക്കാരുടെ കൂടെയായിരുന്നു വരവ്. ലാപ്ടോപ്പ് എന്റെ ഡെസ്കിൽ വെച്ച ശേഷം അവരെ സെക്യൂരിറ്റി പുറത്തേക്ക് കൊണ്ടുപോയി. സംഭവം കണ്ടിട്ട് തോന്നിയത് ഒന്നുകിൽ അവർ വലിയ പ്രശ്നക്കാരനായിരുന്നു, അതുകൊണ്ടായിരിക്കും പിരിച്ചുവിട്ടത്. അല്ലെങ്കിൽ കമ്പനിയുടെ എന്തെങ്കിലും ഡാറ്റ മോഷ്ടിക്കാൻ ശ്രമിച്ചതാകാം. എന്തായാലും ലാപ്ടോപ്പ് കിട്ടിയ സമാധാനമായി.